ഹലോ എവ്രിവൺ, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി സ്വാഗത്, സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത് നടന്ന പി എസ് സി എക്സാമിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ക്വസ്റ്റ്യനൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ആൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ അടുത്ത് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അത് ഏത് ഭാഗത്ത് നിന്നൊക്കെയാണ് വന്നത് എന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് ദിവസം മുൻപേ നടന്ന ഒരു മാട്രൺ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ അങ്ങോട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് SCERT ടെക്സ്റ്റ് ബുക്കിന്റെ പുതിയ ടെക്സ്റ്റ് വന്നു അല്ലെ. എല്ലാ ക്ലാസ്സിനെയും പുതിയ ടെക്സ്റ്റ് വന്നു, പാർട്ട് 1 പാർട്ട് 2 എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചാൽ മാത്രമേ ഇനി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അത് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഗുണം. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഏത് സാങ്കേതിക വിദ്യക്കാണ് 2020 കാർപ്പന്റിയർ, ജെന്നിഫർ എഡൌന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ഈ ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപുള്ള യൂട്യൂബ് സെഷനിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. പിന്നെ ക്ലാസ്സിലാണെങ്കിലും ചില ബാച്ചസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഡിസ്കസ് ചെയ്തു. അപ്പോൾ കുറെ പേർക്ക് ആൻസർ ചെയ്യാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. പുതിയ ടെക്സ്റ്റ് ആണ്, 10ാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അവിടെ കൃത്യമായിട്ട് അത് എടുത്തു പറയുന്നുണ്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്തായാലും ചിലപ്പോൾ രസതന്ത്രത്തിന്റെ നൊബേൽ പ്രൈസ് കിട്ടിയത് ഇവരുടെ രണ്ടാളുടെ പേര് ചിലപ്പോൾ ഓർത്തു വെച്ചെങ്കിൽ അത് എന്തിന് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇതാ ഈ കാണുന്നവരാണ് നമ്മളെ ജെന്നിഫർ എഡൌണയാണ്, ഇമാനുവൽ കാർപ്പന്റിയർ ആണ് ഇത്. ഓക്കെ, അപ്പൊ 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയവർ അല്ലെ. ജീൻ എഡിറ്റിംഗിന്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിനാണ് രസതന്ത്ര നൊബേൽ. അപ്പൊ നമുക്ക് നോക്കാം. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നൊബേൽ ഇമാനുവൽ കാർപ്പന്റിയർ, ജെന്നിഫർ എഡൌണ എന്നിവർ പങ്കിട്ടു. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas9 എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ജീൻ എഡിറ്റിംഗ്, ജനിതക എഡിറ്റിംഗ് എന്ന് പറയുന്ന വാക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ ഒരു വീഡിയോ എടുത്താൽ എഡിറ്റ് ചെയ്യും അല്ലെ. വീഡിയോയിലുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക, ആഡ് ചെയ്യണോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കി എടുക്കും. അതേപോലെ ജനിതക എഡിറ്റിംഗ്, ജീനുകളെ മുറിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്ന ജനിതക എഡിറ്റിംഗിന്റെ സംഭാവനയാണ് ഇവർ ചെയ്തത്. അതിനുള്ള സാങ്കേതിക വിദ്യ, അങ്ങനെ ജീൻ എഡിറ്റിങ്ങിനൊക്കെ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു എൻസൈം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് CRISPR-Cas9 പേര് നോട്ട് ചെയ്യേണ്ടത്. ഇത് നമ്മളെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കോളത്തിലൊക്കെ ആക്കിയിട്ട് ഒരു സൈഡിലാണ് കൊടുത്തത്. ആ ഭാഗത്തുനിന്ന് മുൻപേ ക്വസ്റ്റ്യൻ ഒക്കെ വന്നതാണ്. അപ്പൊ നോക്കിയേ, ഇങ്ങനെയുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ട് എന്താ ജനിതക എഡിറ്റിംഗ്. ഇപ്പൊ ജനിതക തകരാറ്, ജീൻ തകരാറ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ജനിതക രോഗങ്ങളിലേക്കാണ് പോവുക അല്ലെ. അപ്പൊ അത് നമ്മൾ സാധാരണ ഒരു രോഗം പോലെ പരിഹരിക്കാൻ പറ്റുന്നതുമല്ല. അപ്പൊ ഇതൊക്കെ ഇനി കുറച്ചും കൂടി അഡ്വാൻസ് ആയി വന്നു കഴിഞ്ഞാൽ ജീൻ തകരാറ് പോലും, തകരാറുണ്ടാക്കുന്ന ജീനെ പോലും നമുക്ക് മുറിച്ചു മാറ്റാനൊക്കെ പറ്റും. അപ്പൊ എന്തായാലും ഫ്യൂച്ചറിൽ കുറെ കാര്യങ്ങൾ ഉള്ളതാണ് അല്ലെ. ഇതേ ഭാഗം, ഈ ഒരു ഭാഗം വെച്ചുകൊണ്ട് വേറൊരു എക്സാമിന് സ്റ്റേറ്റ്മെന്റ് മോഡലായിട്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതിനി കുറെ കഴിയുമ്പോൾ എന്തൊക്കെ മേഖലയിൽ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉപയോഗപ്പെടും. അപ്പൊ ജനിതക ചികിത്സയില് എന്ന് പറഞ്ഞാൽ ജനിതക തകരാറുണ്ടാക്കുന്ന ജീന് തിരിച്ചറിഞ്ഞ് അതിനെ മുറിച്ചു മാറ്റാം അല്ലെ. ക്യാൻസർ ചികിത്സയില് വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ചികിത്സാ രംഗത്ത് ഇതിനെ കൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടും. പിന്നെ വേറെ എവിടെയാണെന്ന് വെച്ചാൽ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാൻ ഉപകരിക്കും. ഇത് രണ്ടും കൂടെ ചോദിച്ചുകൊണ്ട് വേറെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുൻപേ കുറെ വേറൊരു എക്സാമിൽ വന്നതാണ്. അപ്പൊ ചികിത്സാ രംഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ജനിതക രോഗ ചികിത്സ അല്ലെ, അല്ലാത്ത ചികിത്സ, ക്യാൻസർ ചികിത്സ. അതല്ലാതെ നോക്കിയ രോഗങ്ങൾ, കീടങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ അഗ്രികൾച്ചർ, കൃഷിന്റെ ഭാഗത്താണെങ്കിലും നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടും. അപ്പൊ ആൻസർ എന്താ ഇവിടെ വേണ്ടത്? നമ്മൾ ഓപ്ഷനിൽ CRISPR-Cas9 എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ടോ നമുക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, വെരി അല്ലെ, ക്ലിയർ ആണ്. ഓപ്ഷൻ എ CRISPR-Cas9. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. കിട്ടിയില്ലേ? സിമ്പിൾ. ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഇനി വേറെ എവിടെയും ഇത് എവിടെന്നോ വന്നതാന്ന് വിചാരിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നു ടെക്സ്റ്റിന് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ, വായിക്കാത്ത ആൾക്കാര്. അപ്പോ ഇതും ഡയറക്റ്റ് 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ആണ്. നേരത്തെ കണ്ടത് 1ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ഇത് 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ആന്റിബയോട്ടിക് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ആദ്യം നോക്കാം. എന്താണ്? ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കാണ് നമ്മൾ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ബാക്ടീരിയക്കെതിരെയാണ്. ഓക്കെ, ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ് നമ്മൾ ഉള്ളതെങ്കിൽ അതിനെതിരായിട്ടാണ് ആന്റിബയോട്ടിക്. ഇപ്പൊ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ആന്റിബയോട്ടിക് കഴിച്ചിട്ടാണ് എടുക്കുന്നത്, കാരണം ചില സൗണ്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമുക്ക് അധികം ആൾക്കാർക്കും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആന്റിബയോട്ടിക് അസുഖം വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഈ ആന്റിബയോട്ടിക് അസുഖം വരാത്ത സമയത്ത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ
ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് ഇല്ലാതെ നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കുകയാണ്. ചെറിയൊരു പനി വരുമ്പോൾ വൈറൽ ഫീവർ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം നമ്മുടെ ബോഡിയിൽ വന്നാൽ അത് രോഗകാരികൾക്ക് ആന്റിബയോട്ടിക്കിനെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് കിട്ടാൻ ആണ് കാരണമായിട്ട് മാറും. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ അടിക്കുന്ന പോലെ വെറുതെ അങ്ങനെ അടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടിയിനൊരു പേടിയില്ല. അതേപോലെ ആന്റിബയോട്ടിക് അമിതമായിട്ട് ഉപയോഗിച്ച രോഗകാരികൾ ഇത് കണ്ട് അതിനോട് പ്രതികരിച്ച് അവർ അതിനേക്കാൾ കഴിവ് നേടിയെടുത്താൽ പിന്നെ നമ്മളെ ചികിത്സയൊക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ രോഗകാരികൾ ഇങ്ങനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കഴിവ് നേടിയെടുത്തു എന്നൊക്കെ പറയുന്ന ബാക്ടീരിയനെ പറ്റി ഏതാണെന്നറിയോ? ഇവിടെ എന്തായാലും വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു വാക്കുണ്ടാവും. ചിലർ അങ്ങനെ സൂപ്പർ ബഗ് എന്ന് പറയുന്ന ആൻസറിലേക്ക് പോയിട്ട് ശരിയായവരുണ്ടാവും. ഇത് ശരി തന്നെയാണ് അല്ലെ, നമ്മൾ കേട്ടതാണ്. സൂപ്പർ ബഗിനെ പറ്റി നമ്മൾ അല്ലാതെ കേട്ടതാണ്. എന്ത് പേര് വെച്ചിട്ടാണ് കേട്ടത്? ആനന്ദ് മോഹൻ ചക്രവർത്തിന്റെ പേര് വെച്ചിട്ട് കേട്ടതാണ് അല്ലെ. ആനന്ദ് മോഹൻ ചക്രവർത്തി സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുത്തു. കൃത്രിമമായിട്ട് ജനിതക എഞ്ചിനീയറിംഗിൽ കൂടെയൊക്കെയാണ് കൃത്രിമമായിട്ട് വികസിപ്പിച്ചെടുത്ത സൂപ്പർ ബഗ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ടായിരുന്നു. എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയ അല്ലെ, എണ്ണ ഭക്ഷിക്കും. ഇപ്പോൾ നമ്മൾ കപ്പലിൽ നിന്നൊക്കെ എണ്ണ ചോർച്ച ഉണ്ടാക്കുമ്പോൾ എണ്ണ ഭക്ഷിക്കാൻ കഴിവുള്ള ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പം സൂപ്പർ ബഗിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെ. ഇപ്പൊ എണ്ണയൊക്കെ കപ്പലിൽ നിന്നൊക്കെ ലീക്കായിട്ട് കടലിലൊക്കെ പടരുമ്പോൾ അതൊക്കെ തിന്ന് നശിപ്പിക്കുക, എന്നിട്ട് നമ്മളെ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഗുണകരമായ രീതിയിലാണ് ബാക്ടീരിയ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് സൂപ്പർ ബഗ്. നിർമ്മിച്ചത് ആരാണ്? ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. പക്ഷേ നമ്മൾ പറയാണ്, അപ്പൊ ഇവരൊക്കെ ഇപ്പം കുഴപ്പമില്ല, പക്ഷെ ഭാവിയിൽ ഇവരെങ്ങാനും ആന്റിബയോട്ടിക്കുകളെയൊക്കെ പ്രതിരോധിക്കുന്ന ശേഷിയൊക്കെ നേടിയെടുത്ത് ഇവർ സൂപ്പർ പവർ നേടിയെടുത്താൽ നമ്മൾ പെടും. അതാണ് പറയുന്നത് കേട്ടോ. ഇത് നമ്മളെ പുതിയ ടെക്സ്റ്റിൽ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് വർദ്ധിച്ചു വരുന്ന ആഗോള ആരോഗ്യ പ്രശ്നം, അത് പിന്നെ നമുക്ക് ഭാവിയിൽ പ്രശ്നമാവും എന്ന് നമ്മൾ പേടിച്ചു നിൽക്കുകയാണ്. നിലവിൽ ഏറ്റവും വിശ്വസനീയമായ ചില ആന്റിബയോട്ടിക്കുകൾ സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾക്കെതിരെ ഫലപ്രദമല്ലെന്ന് ഡോക്ടർമാരും പൊതുജനാരോഗ്യ വിദഗ്ധരും ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണ ബാക്ടീരിയനെ നശിപ്പിക്കാൻ നമുക്ക് ആന്റിബയോട്ടിക് ഉപയോഗിക്കാം, പക്ഷെ ഇവന്മാർ നശിക്കുന്നില്ല. അതാണ് പ്രശ്നം. നമ്മൾ നോർമൽ ബാക്ടീരിയനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ഉപയോഗിക്കും, ഇവർ നശിക്കുന്നില്ല. അതിന് ഇപ്പൊ ഇവരെ കൊണ്ട് കുഴപ്പമില്ലെങ്കിലും ഇവർ പിന്നെ ഒരു രോഗകാരിയായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമായിട്ട് മാറും അല്ലെ. അതാണ് പറയുന്നത്. സൂപ്പർ ബഗിനെ പറ്റി ഇവിടെ തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അധിക വായനയ്ക്കാണ് നമ്മളെ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് കൊടുത്തത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഇത് നിർബന്ധമായും പഠിക്കണം. സ്കൂളിലെ കുട്ടികൾ വേണമെങ്കിൽ വായിച്ചു നോക്കിയാൽ മതി എന്നാണ്, അധിക വായന വേണ്ടവർക്ക്. പക്ഷെ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ പെരുകുകയും രോഗങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്നു. മ്യൂട്ടേഷനിലൂടെ ജനിതക മാറ്റം വരികയാണ് അല്ലെ. പെട്ടെന്ന് രൂപപ്പെട്ട ഈ പ്രതിരോധ ശേഷി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം. കാലക്രമേണ പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളുടെ അനുപാതം വർദ്ധിക്കും. മറ്റനവധി മ്യൂട്ടേഷനുകളിലൂടെ ഒന്നിലധികം ആന്റിബയോട്ടിക്കുകളെ, ഇത് നോക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു ടേം കേട്ടു, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് അല്ലെ. അങ്ങനെ ഒരു വാക്ക് കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി എന്ന് വെച്ചാൽ കുറെ, ഒന്നിലധികം. ഏത് ആന്റിബയോട്ടിക് കൊടുത്താലും എതിർക്കാനുള്ള കഴിവ് അവർ നേടിയെടുക്കുന്ന ആലോചിച്ച് നോക്കിയേ. ഒന്നിലധികം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി കൈവരിക്കുവരും. ഇതിനെയാണ് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇനങ്ങളുടെ സൂപ്പർ ബഗുകളുടെ ആവിർഭാവത്തിന് കാരണമായി എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് കണ്ടില്ലേ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതും ടെക്സ്റ്റ് ബുക്ക് ഫാക്ട് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. റെഡി? ഇനി ഇതേ എക്സാമിൽ ചോദിച്ച അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? ഇത് സാധാരണയായിട്ട് പണ്ടേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊരു ആശ്വാസം തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ, അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആൻസർ എന്താ? ലിപ്പേസ്, ലൈസോസൈം, അമലൈസ്, ലിഗേസ്. സാധാരണ നമുക്ക് കൺഫ്യൂഷൻ വരുമ്പം ഓപ്ഷനിൽ ലൈസോസൈമും ലൈസോസോമും കാണുമ്പോഴാണ് കൺഫ്യൂഷൻ. ഈ പ്രാവശ്യം ആ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഡയറക്റ്റ് അറിയാവുന്നവർക്ക് അങ്ങോട്ട് സെലക്ട് ചെയ്യാം. കണ്ണ് എന്ന് പറയുന്ന കാര്യം പഠിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ പഴയ ടെക്സ്റ്റിലും പുതിയ ടെക്സ്റ്റിലും ഒക്കെ ഉള്ളതാണ് കേട്ടോ. എന്തായാലും പുതിയ ടെക്സ്റ്റിലുള്ള കാര്യം ഒന്ന് കാണിക്കാം. പുതിയ ടെക്സ്റ്റിലെ കണ്ണിന്റെ ഇതാ കണ്ടോ ചിത്രം കൊടുത്തത്, കൺപോള അല്ലെ. കണ്ണിന്റെ ഇവിടെ കൺപോളന്റെ ഒക്കെ മുകളിലായിട്ട് എന്തുണ്ട്? കണ്ണുനീർ ഗ്രന്ഥികളുണ്ട്. എന്താണ്? കണ്ണുനീർ ഗ്രന്ഥി എന്ന് പറയുന്നത് കണ്ണുനീരുണ്ടാക്കുന്ന ഗ്രന്ഥിയാണ്. നമ്മളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ആവശ്യമുള്ളപ്പോൾ ഒക്കെ വന്നുകൊണ്ടിരിക്കും അല്ലെ. ഇത് എവിടെന്നാ വരുന്നതെന്ന് വെച്ചാൽ കണ്ണുനീർ ഗ്രന്ഥി ഉണ്ടാക്കും. അതിന് ഇംഗ്ലീഷ് വാക്ക് പഠിച്ചു വെച്ചോ, ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ലാക്രിമൽ ഗ്ലാൻഡ് എന്നാണ് പറയാട്ടോ. ലാക്രിമൽ ഗ്രന്ഥി. ക്രീ എന്ന് കരയില്ലേ നമ്മൾ? ക്രീ എന്ന് കരയുമ്പോൾ അല്ലെ, ക്രൈ എന്ന് വെച്ചാൽ കരയലാണ്, ക്രൈ കരയലാണ് അല്ലെ. അപ്പൊ ലാക്രിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീർ ഗ്രന്ഥിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണുനീർ ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥികൾ കൺപോളകൾക്കുള്ളിൽ മുകളിലായി കാണപ്പെടുന്നു. കണ്ണിന്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നതിനും
പോഷകങ്ങൾ നൽകുന്നതിനും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും അത്യാവശ്യമാണ്. ഇപ്പൊ കണ്ണിൽ എന്തെങ്കിലും മാലിന്യം പൊടിപടലങ്ങളൊക്കെ പോയാൽ കണ്ണുനീര് വരും, അതിങ്ങനെ കഴുകി നമ്മുടെ കണ്ണിനെ വൃത്തിയാക്കും അല്ലെ, അപ്പൊ അതിനൊക്കെ സഹായിക്കും. അടുത്തതാ പോയിന്റ് ഇതാ വന്നിരിക്കുന്നു. അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന എൻസൈമുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് അണുനാശിനിയായിട്ട് പ്രവർത്തിക്കുന്ന, രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള എൻസൈമാണ് ലൈസോസൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഏതാണ്? അപ്പൊ കണ്ണുനീരുണ്ട് അല്ലെ, കണ്ണുനീരുണ്ട്. ഇനി ഏതാ വേണ്ടത്? ഉമിനീരുണ്ട്. ഇനി ഏതാ വേണ്ടത്? മൂത്രമുണ്ട് അല്ലെ. മൂത്രത്തിൽ, കണ്ണുനീരിലും ഉമിനീരിലും മൂത്രത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. എവിടെ ഉണ്ടെങ്കിലും ഇവരുടെ ധർമ്മം എന്ന് പറയുന്നത് രോഗാണുക്കളെ നശിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു ഓപ്ഷനിൽ മാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു സാധനം ഇടയ്ക്ക് വരാറുണ്ട് അല്ലെ, അതെന്താ? ലൈസോസോം എന്നാണ് കൊടുക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പോയാൽ നമ്മളെ മാർക്ക് പോകും. ലൈസോസൈമും ലൈസോസോമും ഉണ്ടെങ്കിൽ ലൈസോസൈം സെലക്ട് ചെയ്യുക. ലൈസോസോം ആണെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഇതൊരു കോശാംഗമാണ്. ഓക്കെ, കോശാംഗം, കോശങ്ങളെ പറ്റി പഠിക്കുമ്പോൾ കോശത്തിനകത്തുള്ള അംഗം കോശാംഗമാണ്. ഇവരെ നമ്മൾ സൂയിസിഡൽ ബാഗ് എന്ന് പറയാറുണ്ട്. സൂയിസിഡൽ ബാഗ്സ് അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ? സൂയിസൈഡ് ചെയ്യാൻ ആത്മഹത്യ ചെയ്യുക. അപ്പൊ ആത്മഹത്യ ബാഗിന് എന്താ മലയാളം? സഞ്ചി. ഓക്കെ, സഞ്ചി, ആത്മഹത്യ സഞ്ചി അല്ലെങ്കിൽ സൂയിസിഡൽ ബാഗ്. ഈ കോശാംഗത്തിന്റെ പരിപാടിയും കോശത്തിനകത്തേക്ക് കടക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവരുടെ ഉള്ളിലും പല എൻസൈമുകളൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാം ഒരേപോലെ ഉണ്ട്, പേരും ഒരേപോലെ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. സൈമാണ്, സൈം, ലൈസോസൈം. ഓക്കെ, സൈമാണ് കണ്ണുനീരിലുള്ളത് കേട്ടോ, മറക്കരുത്. പിന്നെ ചിത്രം ഉള്ളതുകൊണ്ടൊന്ന് പറയാം. കണ്ണിന്റെ മുൻഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പുതിയ ടെക്സ്റ്റിലെ ചിത്രം കണ്ടാൽ നമ്മുടെ തലയോട്ടിയിലാണ് നമ്മളെ കണ്ണ് അല്ലെ. അപ്പൊ കണ്ണിന്റെ സ്ഥാനത്ത് തലയോട്ടിയിൽ 2 കുഴിയല്ലേ ഉള്ളത്. ആ കുഴിന്റെ പേരാണ് നേത്രകോടരം. തലയോട്ടിയിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്ന കുഴിക്ക് പറയുന്ന പേരാണ് നേത്രകോടരം. അതേപോലെ കണ്ണിനെ ആ കുഴിക്കകത്ത് വെറുതെ വെച്ചാൽ അത് അവിടെ നിൽക്കൊന്നുമില്ല. അവിടെ കുറെ മസിൽസ്, പേശികൾ വെച്ചിട്ട് ഇങ്ങനെ ബന്ധിപ്പിക്കണം അല്ലെ. അപ്പൊ ഈ കണ്ണിനെ ആ തലയോട്ടിയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന പേശികളാണ് നേത്രപേശികൾ. അല്ലെങ്കിൽ നമ്മൾ മുൻപത്തെ ടെക്സ്റ്റിലൊക്കെ ബാഹ്യ കൺപേശികൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ സാധനമാണിത്, ബാഹ്യ കൺപേശി എന്ന് പറയുന്ന പേശികളാണ് ഇത്. അപ്പോ ഓക്കെ, റെഡിയൽ. അല്ലാതെ കണ്ണിന്റെ ഉള്ളിൽ സീലിയറി പേശികളുണ്ട്, ലെൻസിന്റെ വക്രത ക്രമീകരിക്കും, അതൊക്കെ വേറെയാണ്. ഇത് കണ്ണിനെ പുറത്ത് നിന്ന് ആ കുഴിക്കകത്ത് ബന്ധിപ്പിക്കാൻ വേണ്ടി, ഘടിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന മസിൽസ് ആണ് ബാഹ്യ കൺപേശി അല്ലെങ്കിൽ നേത്രപേശി എന്ന് പറഞ്ഞാൽ. ഓക്കെ, റെഡിയല്ലേ? പിന്നെ ഇവിടെ കൊടുത്തതാണ് നേത്രാവരണം അല്ലെങ്കിൽ കൺജങ്ക്റ്റൈവ. പഴയ ടെക്സ്റ്റിൽ കൺജങ്ക്റ്റൈവ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് മാത്രമാണ് ഉണ്ടായത്, എന്നിട്ട് മംഗ്ലീഷിലാക്കി കൊടുത്തതാണ്. പുതിയ ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ നേത്രാവരണം എന്ന് പറയുന്ന ഒരു വാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ണിന്റെ 3 പ്രധാന പാളിയുണ്ട്. അതൊന്നും കൂടാതെ ഏറ്റവും പുറത്ത് വശങ്ങളിലായിട്ട്, കണ്ണിന്റെ മുൻഭാഗം ഒഴികെ വശങ്ങളിൽ കാണപ്പെടുന്ന പാളിയാണ് കൺജങ്ക്റ്റൈവ അല്ലെങ്കിൽ നേത്രപാളി. കോർണിയ ഒഴികെയുള്ള കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിയുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ എന്താണ്? കണ്ണിനെ സംരക്ഷിക്കാനാണ് ഇവര് കണ്ണിനെ ഈർപ്പമുള്ളതാക്കി മാറ്റുക എന്ന് വെച്ച് കണ്ണുനീരുണ്ടാക്കുന്ന കണ്ണുനീർ ഗ്രന്ഥിയാണ് ഇത്. ശ്ലേഷ്മം, വഴുവഴുപ്പുള്ള ശ്ലേഷ്മം പോലത്തെ സാധനം ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് വഴുവഴുപ്പുള്ളതാക്കുക. പൊടി, രോഗാണുക്കൾ, മറ്റു പദാർത്ഥം എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നിവയാണ് ധർമ്മം. ഇതിന് അണുബാധ ഉണ്ടാവും അല്ലെ. ഇതിന് അണുബാധ, ഈ പാളിക്ക് അണുബാധ വരും. ഈ ആവരണത്തിന് അണുബാധ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ചെങ്കണ്ണ് എന്ന് പറയും. ഇംഗ്ലീഷിൽ കൺജങ്ക്റ്റിവിറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്ന് പറയുന്നത് ചോദിക്കുന്നതാണ് കേട്ടോ. ബാക്ടീരിയ, വൈറസ് ഒക്കെ കാരണം ഇതിന് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ചെങ്കണ്ണ് ഉണ്ടാവാം. റെഡി, ക്ലിയർ? അത്യാവശ്യം കുറച്ച് പറയാനുള്ളതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇതേ ചാപ്റ്റർ, ഇതും 10ാം ക്ലാസ്സിൽ, ഇപ്പൊ കണ്ണിന്റെ കാര്യം നിങ്ങൾ കണ്ടത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് തന്നെയാണ്. 3ാമതേക്കൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അതേ ചാപ്റ്റർ, ഒരു ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻ ഒക്കെയാണ് വെച്ച് ചോദിച്ചേട്ടോ. ഒന്ന് കണ്ണിന്റെ കാര്യം, കാരണം നമ്മളെ ഈ പറഞ്ഞ സെൻസ് ഓർഗൻ, ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റി പഠിക്കുന്ന ചാപ്റ്റർ ആണ്. പഴയതിലുണ്ട്, പുതിയതിലുണ്ട്. പക്ഷേ പുതിയതിന് മാത്രമുള്ള പോയിന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോസിസെപ്ഷൻ ഒന്നും അറിയില്ല, നമ്മൾ കുറെ ഇങ്ങനെ ആലോചിക്കുക അല്ലെ. എക്സാം എഴുതിയ ആൾക്കാർ നോസിസെപ്ഷൻ, നോസ് എന്ന് വെച്ചാൽ മൂക്ക്. അപ്പൊ മൂക്ക് കൊണ്ട് നമുക്ക് ഗന്ധം അല്ലെ. നോക്കുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി ഉണ്ട്, ഗന്ധം. അപ്പൊ കറക്റ്റ് മാർക്ക് ചെയ്ത് വന്ന് ആൾക്കാരുണ്ടാവും, ഫുൾ കോൺഫിഡൻസിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ആൻസർ നോക്കുമ്പോൾ തെറ്റ് അല്ലെ. എന്നാലും എന്തൊരു ഇങ്ങനെ തരൂലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗന്ധം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അവിടെ വരെ വണ്ടി കാശ് കൊടുത്ത് പോയതല്ലേ എന്ന് വിചാരിച്ച് അവസാനം കറക്കി കുത്തി വരും. പക്ഷെ ഇവിടെ നോക്കിയേ, ഗന്ധമായിരിക്കും എന്ന് വിചാരിച്ച് ഗന്ധമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായോ അല്ലെ, ഭയങ്കര വിഷമം ഉണ്ടായില്ലേ. ആ വേദന ഉണ്ടായതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണെന്നറിയോ? ഓപ്ഷൻ എ, വേദന. ഓക്കെ, വേദന. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ വേദനയാണ് കേട്ടോ. കൃത്യമായി നമ്മളെ പുതിയ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ത്വക്ക് എന്ന് പറയുന്ന നമ്മളെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ അവയവം ത്വക്ക്, അതേപോലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ് അല്ലെ. ശരീരം മൊത്തം വ്യാപിച്ചു കിടക്കാണ്. ചൂട്, തണുപ്പ്, വേദന, സ്പർശം, മർദ്ദം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരുപാട് ഗ്രാഹി കോശങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ത്വക്ക്. അപ്പൊ ആ ത്വക്കിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ കുറെ ഉണ്ട് കേട്ടോ, നമ്മൾ ടെക്സ്റ്റ് വായിക്കണം. എല്ലാം പറയാനുള്ള ഒരു സമയം ഇതിലില്ലാത്തതുകൊണ്ടാണ്
വേണ്ട പോയിന്റിലേക്ക് മാത്രം പോവാണ്. ക്വസ്റ്റ്യൻ വന്ന ഭാഗത്തേക്ക് പോവാണ്. ഇതൊക്കെ പ്രധാനമാണ് കേട്ടോ. കാരണം ഓരോന്നും ത്വക്കിന് ചൂടും തണുപ്പും വേദനയും ഒക്കെ തിരിച്ചറിയാൻ പറ്റൂലേ. അപ്പൊ അതുകൊണ്ട് ഓരോന്നിന്റെയും ഗ്രാഹിയാണ്. ചൂട് തണുപ്പ് തിരിച്ചറിയുന്ന ഗ്രാഹി, തണുപ്പിൻ്റെത് ഗ്രാഹി, വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഗ്രാഹിക്ക് ഓരോ പേരുണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് നമ്മളെ പുതിയ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം, മെർക്കൽ ഡിസ്ക് എന്ന് പറയുന്ന ഗ്രാഹിയൊക്കെയാണ് സഹായിക്കുന്നത്. അങ്ങനെ എല്ലാത്തിനെയും പറയുന്നുണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻ വന്ന ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ഇതാ ഇവിടെയാണ്. ക്ഷതം, മുറിവ്, രോഗാണുബാധ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന. അല്ലെ, ആ സമയത്താണ് നമുക്ക് വേദന കിട്ടുക. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം നോസിസെപ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. നോസിസെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ ത്വക്ക്, പേശികൾ, ആന്തരിക അവയവങ്ങൾ എന്നിവയിലെമ്പാടും കാണപ്പെടുന്ന നാഡീയങ്ങളാണ്. അപ്പൊ ആ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ വേദന തിരിച്ചറിയാൻ, വേദനനെ പിടിച്ചെടുക്കുന്ന ഗ്രാഹികളാണ് വേണമെങ്കിൽ നോസിസെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹി. ഇത് എവിടെയുണ്ടോ അവിടെയൊക്കെ വേദന അറിയാം അല്ലെ. അപ്പൊ ആ പരിപാടിക്ക് പറയുന്ന പേരാണെന്ത്? നോസിസെപ്ഷൻ. ഓക്കെ, നോസിസെപ്ഷൻ എന്ന് പറയുന്നതാണ് ആൻസർ. കിട്ടിയില്ലേ? റെഡിയല്ലേ? ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ, താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ചെയ്ത്, ഇതും എല്ലാം 10ാം ക്ലാസ് ടെക്സ്റ്റ് ആണ് കേട്ടോ. ഫുൾ 10th-ൻ്റെതാണ്. അവസാനത്തേക്ക് 2 ക്വസ്റ്റ്യൻ മാത്രം 9th എടുത്തു എന്നുള്ളൂ. അങ്ങനെയാണ് ഈ അടുത്ത എക്സാം നടന്നത്. കുറച്ച് ദിവസം മുൻപ് നടന്ന എക്സാം ആണ്. അതാണ് ഞാൻ ചൂടോടെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ്. DNA എന്ന് പറഞ്ഞാലും RNA എന്ന് പറഞ്ഞാലും ജനിതക വസ്തുക്കളാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. DNA ആണെങ്കിലും RNA ആണെങ്കിലും അവരെ നമ്മൾ എന്താ പറയാ? ജനിതക വസ്തുക്കൾ എന്നാണ് പറയുക. ജനിതക വസ്തു, ജനറ്റിക് മെറ്റീരിയൽ, ജനിതക വസ്തു. ഇത് എവിടെയാ കാണുക? കോശത്തിനകത്ത് കാണും. കോശത്തിനകത്ത് മർമ്മമുള്ളവരാണെങ്കിൽ മർമ്മത്തിന്റെ അകത്ത് കാണും. അല്ലെങ്കിൽ ബാക്ടീരിയ പോലെ മർമ്മമില്ലാത്തവരാണെങ്കിൽ കോശ ദ്രവ്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ് ചെയ്യുക. സൈറ്റോപ്ലാസത്തിൽ കാണുകയാണ് ചെയ്യുക. എന്നാലും ജനിതക വസ്തുവാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് നമ്മുടെ DNA. ഇരട്ട ഇഴകളുണ്ട്. റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇഴയാണ്. പിന്നെ അതിന്റെ രണ്ടിന്റെ ഘടന തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും 2 ജനിതക വസ്തുവായിട്ടുള്ള ഇതില് DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ആണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നൈട്രജൻ ബേസ് എന്ന് പറയുന്ന കാര്യമൊക്കെ കേൾക്കുക. ഇതാണ് ഒരു DNA-ന്റെ ചിത്രം അല്ലെ. 2 ഇഴ കണ്ടില്ലേ? 2 ഇഴ. ആ ഇഴേനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തതാണ്. ആ ഇഴ എന്തൊക്കെ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇതൊക്കെ ചേർന്ന ഈ നീല നിറത്തിൽ ഇങ്ങനെ ഒരു ബോക്സ് പോലെ കൊടുത്തത് അതിലുള്ള പഞ്ചസാര തന്മാത്രേനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന പഞ്ചസാരനെയാണ് ഈ നീല കളറിൽ കാണിച്ചത്. ഒരു മഞ്ഞ ഭാഗം സൈഡ് കൊടുത്താണ്ടോ മനസ്സിലാക്കാൻ? അത് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അതേപോലെ ഇവിടെയും പഞ്ചസാരയുണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ 2 ഇഴയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും, ഒന്ന് ഇങ്ങോട്ടും ഇങ്ങനെയും കുത്തനെയും. അത് തല തിരിച്ചാണ് അടുത്ത ഭാഗത്ത് ഉണ്ടാവും. ഇനി ഇതിന് ഇടയിൽ കണ്ടോ ഒരു ഏണിപ്പടി പോലെ അല്ലെ. ഒരു ഏണിപ്പടി പോലെയാണെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നതാണ് നൈട്രജൻ ബേസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. DNA-യിൽ പ്രധാനമായും 4 നൈട്രജൻ ബേസുകളാണ്. പഠിച്ചു വെച്ചേക്കണം. ഇതാണ് ആ കൊടുത്തിരിക്കുന്ന സംഭവം. ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ സ്റ്റെപ്പ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്വാനിൻ എന്ന് പറയുന്ന ആള് എപ്പോഴും 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് സൈറ്റോസിന്റെ കൂടെയാണ് ജോഡി ചേരുള്ളൂ. ഓക്കെ, ഗ്വാനിൻ തൈമിന്റെ കൂടെ ഒന്നും പോകില്ല. Gയും Cയും ആണ് ഉണ്ടാവുക. ഇടയിൽ 3 വര വരച്ചാൽ 3 ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ അഡിനിൻ എന്ന് പറയുന്ന ആൾ എപ്പോഴും 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് തൈമിന്റെ കൂടെ പോളൂ. അപ്പൊ തൈമിൻ അഡിനിന്റെ കൂടെ, അഡിനിൻ തൈമിന്റെ കൂടെ, ഗ്വാനിൻ സൈറ്റോസിൻ, സൈറ്റോസിൻ ഗ്വാനിൻ, ആ ഒരു കോമ്പിനേഷൻ മാത്രമേ അവര് ഫോം ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ ഘടന അല്ലെ. അപ്പൊ എന്തായാലും ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ എന്ത് ഒരു DNA-യുടെ പ്രധാന ഘടകം എന്ന് പറയുമ്പോൾ എന്താ? ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന പഞ്ചസാര. അതാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നൈട്രജൻ ബേസിനെയും കാണാൻ പറ്റും. അപ്പോൾ ഒരു പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ ബേസ്, ഈ കോമ്പിനേഷനെ ശരിക്കും പറയുന്ന ഇത് ഇങ്ങനെയുള്ള അല്ലെ. ഇതല്ലേ ഒരു കഷ്ണം, ഇതല്ലേ ഒരു കഷ്ണം. ഇങ്ങനെയുള്ള ഒരുപാട് കഷ്ണങ്ങൾ ചേർത്താണ് ഫുള്ള് DNA ഉണ്ടായത്. അപ്പൊ DNA നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഒരു കഷ്ണമാണ്. ഈ ഒരു കഷ്ണം അതിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ് കേട്ടോ. പഠിച്ചു വെച്ചോ. ഇനി അങ്ങോട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും? ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന പഞ്ചസാര, ഓക്കെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ്, അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും ഒക്കെ വരുന്ന നൈട്രജൻ ബേസ്. ഓക്കെ, റെഡിയല്ലേ? എന്നീ ഘടകങ്ങൾ ചേർന്നാണ്. അപ്പൊ DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയാം. ഓക്കെ, അതാണ് ന്യൂക്ലിയോടൈഡ് ആണ്. ഇനി RNA-നെ പറ്റി കൊടുത്തിട്ടുണ്ട്. DNA-ന് ചെറിയ വ്യത്യാസം. DNA-ക്ക് 2 ഇഴ ഉള്ളപ്പം RNA-ക്ക് 1 ഇഴ മാത്രമാണ് ഉള്ളത്. DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഇവർക്കും പഞ്ചസാര ഉണ്ട്. പക്ഷെ ഡിയോക്സി റൈബോസ് അല്ല, റൈബോസ് എന്ന് മാത്രം പേരുള്ള പഞ്ചസാര. ഓക്കെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്, നൈട്രജൻ ബേസും ഉണ്ട്. ഓക്കെ, അപ്പൊ അതാ ഓരോ ന്യൂക്ലിയോടൈഡിലും റൈബോസ് പഞ്ചസാരയാണ്. നേരത്തെ ഡിയോക്സി ആണ്, ഇവിടെ വെറും റൈബോസ് ആണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് തന്നെ. നൈട്രജൻ ബേസ് 4 ഉണ്ടെന്ന് പറഞ്ഞാൽ 4 ഉണ്ട്. പക്ഷേ ഒരെണ്ണത്തിന്റെ
പേരിൽ വ്യത്യാസമുണ്ട് അല്ലെ. ഇവർക്ക് എന്തൊക്കെയുള്ള അഡിനിൻ ഉണ്ട്, അവിടെ ഉണ്ടായിരുന്നില്ലേ അഡിനിൻ. ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, പുതിയൊരു സംഭവമാണ് യുറാസിൽ. ആർക്ക് പകരമാണ്? തൈമിന് പകരം അല്ലെ. DNA തൈമിൻ എന്ന് പറയുന്നതിന് പകരം RNA യുറാസിൽ ആണ് ഉണ്ടാവുക. റെഡിയല്ലേ? RNA നൈട്രജൻ ബേസുകളാണ് ഇവര്. മിക്ക RNAക്കും ഒരു ഇഴയാണുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് DNAയും RNAയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി നമ്മളെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ആൻസർ നിങ്ങൾക്ക് കിട്ടി കാണുന്നു പ്രതീക്ഷിക്കുന്നു. ആൻസർ ഇവിടെ എന്താ വേണ്ടേ? DNA ഇല്ലാത്തത് യുറാസിൽ എന്ന് പറഞ്ഞാൽ RNA ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് RNA ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇനി എന്താ പറയാ? RNA ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? RNA ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും പറയാ? തൈമിൻ അല്ലെ. തൈമിൻ ആണ്. തൈമിന് പകരമാണ് RNA യുറാസിൽ ഉള്ളത്. പിടിയിട്ടില്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അത്രയൊക്കെ സംഭവങ്ങളുള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ഇതിലുള്ള തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കടക്കുവാണെങ്കിൽ എപ്പോഴും ചോദിക്കും. കുറച്ച് ഡേറ്റ് ഇങ്ങനെ ചോദിക്കില്ലേ? പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ ദിനങ്ങൾ ഡേറ്റ് ഒക്കെ എപ്പോഴും വരുമല്ലോ. അപ്പൊ ഇടയ്ക്കെങ്കിലും വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ലോക ഹൃദയ ദിനം എന്ന് പറയുന്ന സംഭവം. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന്. ലോക ഹൃദയ ദിനം ഇത് 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലാണല്ലോ കേട്ടോ. 9ന്റെ SCERT-യിലാണുള്ളത്. ഹൃദയം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ലോക ഹൃദയ ദിനം എന്ന് ചോദിച്ചാൽ എപ്പോഴാ? സെപ്റ്റംബറിലാണ് എന്നറിയാം. സെപ്റ്റംബർ 29-നാണ്. മറക്കരുത്. ടെക്സ്റ്റിലും കൂടെ ഉള്ള ഡേറ്റ് ആയതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കുക. സെപ്റ്റംബർ 29-നാണ് ലോക ഹൃദയ ദിനം. അപ്പൊ ഈ പറഞ്ഞ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവയർനെസ് കൊടുക്കാനും ഒക്കെ ഉള്ളതാണ് അല്ലെ. അപ്പോൾ നമ്മൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ കൊഴുപ്പിന്റെ അളവ് കൂടുന്നു, വ്യായാമം ഇല്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ ഹൃദയത്തിനും തലച്ചോറിനൊക്കെ തകരാറ് വരും. അപ്പൊ എന്തൊക്കെ ചെയ്യണം, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് എന്തൊക്കെ വേണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ലോക ഹൃദയ ദിനമായിട്ട് നമ്മൾ സെപ്റ്റംബർ 29-നെ കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അനയറോബിക് ശ്വസനം നടക്കുന്നത് ഏതിലാണ്? അനയറോബിക് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? അവായു അല്ലെ. അവായു ശ്വസനം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ ടെക്സ്റ്റിൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് തന്നെ ഡയറക്റ്റ് അവിടെ നിർത്താണ്. ഇത് 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് തന്നെയാണ് കേട്ടോ. ശ്വസനം ഒക്കെ പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അവിടെയാണ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലുള്ളത്. മനുഷ്യൻ, കടുവ, ബാക്ടീരിയ, സസ്യം. ഉയർന്ന തരം മനുഷ്യനൊക്കെ നമ്മളൊക്കെ ഓക്സിജൻ. അവായു എന്ന് പറഞ്ഞാൽ എന്താ? വായു ഇല്ലാതെ എന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാതെ എന്നാണ് അർത്ഥം കേട്ടോ. ഓക്സിജൻ ഇല്ലാതെ എന്നാണ് അർത്ഥം. അല്ലാതെ വായു ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാം. അപ്പൊ ഓക്സിജൻ ഇല്ലാതെ ശ്വസനം നടത്തി വെറും ഒരു 2 ATP ഊർജ്ജത്തിനൊക്കെ സ്വതന്ത്രമാക്കിയെടുക്കാൻ കഴിവുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനോ സസ്യങ്ങൾക്കോ ഉയർന്ന തരം ജീവികൾക്കോ അല്ല, അത് സൂക്ഷ്മജീവികൾക്കാണ്. അപ്പൊ ആരാ? ബാക്ടീരിയ ആണ് ആൻസർ. ഓക്കെ. ബാക്ടീരിയനെയും ഫംഗസിനെയും ഒക്കെ കേട്ടാൽ നമുക്ക് പറയാം. മെയിൻ ആയിട്ട് ഏതാ? ബാക്ടീരിയ. കിട്ടിയില്ലേ? റെഡി അല്ലേ? ക്ലിയർ? യെസ്. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റില് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ? യെസ്. ബാക്ടീരിയ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയൻ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാല് തൈരാക്കി മാറ്റാനൊക്കെ സഹായിക്കുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയ അല്ലെ. അതേപോലെ നമ്മൾ മാവൊക്കെ ഫെർമെന്റേഷൻ, മാവ് എന്ന് വെച്ചാൽ മാംഗോ ട്രീ അല്ല, നമ്മളെ അരിമാവ്, ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ, അരിമാവ്. അപ്പൊ അതൊക്കെ അതിൽ ഈസ്റ്റ് ഇട്ടാൽ ഫെർമെന്റേഷൻ നടത്തി അത് വരും, സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യൂലേ അല്ലെ. അപ്പൊ ബാക്ടീരിയ, ഫംഗസിൽ വരുന്നതാണ് നമ്മളെ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞത്. ആ ഈസ്റ്റിന്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് ഗ്ലൂക്കോസിന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതെ അവർ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റി, പൈറൂവിക് ആസിഡിനെ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റും. ഈ കൺവേർഷൻ ശരിക്ക് ഉയർന്ന ജീവികളിലാണെങ്കിലും ആദ്യത്തെ കാര്യം നടക്കാൻ ഓക്സിജന്റെ സഹായം വേണ്ട. അതാണ് നമ്മൾ കോശശ്വസനം, ഗ്ലൈക്കോളിസിസ് എന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഓക്സിജൻ വേണം. നമ്മളെ കേസിലൊക്കെ ഓക്സിജൻ വേണം. മൈറ്റോകോൺട്രിയന്റെ സഹായത്തിലാണ് കൂടുതൽ ഊർജ്ജം നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടെ അതില്ല. അതുകൊണ്ട് അവരെന്താക്കുന്നു? ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റാണ് ചെയ്യുക. ഇവിടെ അവർക്ക് ഊർജ്ജം കിട്ടും, വെറും 2 ATP ഊർജ്ജം മാത്രമേ കിട്ടൂ. ഈസ്റ്റിന്റെ കേസിലാണെങ്കിൽ ഗ്ലൂക്കോസിന് അവർ പിടിച്ചിട്ട് പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. അപ്പൊ ഇവിടെ വരെ സെയിം ആണ് അല്ലെ, എല്ലാം സെയിം ആണ്. ഇപ്പൊക്കെ സെയിം ആണ്, 2 ATP. ബാക്കിയുള്ളത് അങ്ങോട്ട്. ഇവിടെ ഈസ്റ്റ് ആയതുകൊണ്ട് ഈസ്റ്റ് ആൽക്കഹോളിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഉണ്ടാക്കുക. അതാണ് നമ്മൾ ഈസ്റ്റ് ഇട്ട് വെക്കുന്ന സമയത്ത് പപ്പം, കള്ളപ്പം, വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പുളിപ്പ്, ഒരു ആൽക്കഹോളിക് ടേസ്റ്റ് വരും. വൈൻ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൽക്കഹോളിന്റെ പ്രസൻസ് വരും അല്ലെ. ഈഥൈൽ ആൽക്കഹോൾ, എത്തനോൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈഥൈൽ ആൽക്കഹോളിനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. റെഡി? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അപ്പൊ ഈ പരിപാടി, ഇതാണ് അവായു ശ്വസനം എന്ന് പറയുന്നത്. മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ്. ഇത്തരം ശ്വസനത്തെ നമ്മൾ എയ്റോബിക് ശ്വസനം എന്നാണ് പറയാം. എന്നുവെച്ചാൽ വായു ശ്വസനം. എന്നാൽ ചില ബാക്ടീരിയകൾ, ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയാണ്. ഇത്തരം ശ്വസനത്തെ അനയറോബിക് ശ്വസനം എന്ന് പറയുന്നു. കണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ നോട്ട് ചെയ്യട്ടോ. അപ്പൊ ഇതിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരു സെക്കൻഡ്.
ഓക്കെ, ഫംഗസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ ഫംഗസ് തന്നെ ഏകകോശമുള്ള ഫംഗസ് ആയതുകൊണ്ട് ഈസ്റ്റ് എന്ന് തന്നെ അവിടെ എഴുതി പഠിച്ചു കേട്ടോ. ബാക്ടീരിയ, ഈസ്റ്റ്, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? RBCയിലെ വർണ്ണകം ഏതാണ്? RBCയിലെ വർണ്ണകം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആരും തെറ്റിക്കാതെ ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എക്സാം അറ്റൻഡ് ചെയ്തവര്. ഹീമോഗ്ലോബിൻ, ക്ലോറോഫിൽ, ആന്തോസയാനിൻ, കരോട്ടിനോയിഡ് എന്നൊക്കെയാണ് കൊടുത്തത് അല്ലെ. എന്തായാലും രക്തത്തിലുള്ള RBCന്റെ മുകളിലുള്ളത് രക്തത്തിന് ചുവന്ന നിറം കൊടുക്കുന്നു പറയുമ്പോൾ നമുക്കറിയാം ഹീമോഗ്ലോബിൻ ആണ് ആൻസർ. ഹീമോഗ്ലോബിൻ. ക്ലോറോഫിൽ എന്താ പറയുന്നത്? സസ്യങ്ങളിൽ കാണപ്പെടുന്നതാണ് അല്ലെ. സസ്യങ്ങളിൽ പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു. ആന്തോസയാനിൻ ആണെങ്കിൽ ചുവപ്പ് നിറം അല്ലെങ്കിൽ പർപ്പിൾ നിറങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. കരോട്ടിനോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കരോട്ടിൻ, സാന്തോഫിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അവരെയാണ് കരോട്ടിനോയിഡ് എന്ന് പറയുന്നത് അല്ലെ. കരോട്ടിൻ ആണെങ്കിൽ എന്ത് കളറിലാ? മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലാണ് കാണപ്പെടുന്നത് അല്ലെ. ഇനി സാന്തോഫിൽ ആണെങ്കിലോ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ്. അതൊക്കെ സസ്യങ്ങളിൽ കാണപ്പെടുന്നതാണ്. ഇലകൾക്ക്, പൂക്കൾക്ക് ഒക്കെ കളർ കൊടുക്കുന്ന വർണ്ണവസ്തുക്കളാണ്. അപ്പൊ രക്തത്തിലുള്ളത് ആരാ? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇതും പുതിയ ടെക്സ്റ്റിലും പഴയ ടെക്സ്റ്റിലും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവർ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത് പുതിയ ടെക്സ്റ്റ് എന്നാണ്. കണ്ടോ, RBCയിലെ വർണ്ണകം. ഓക്കെ, അപ്പൊ RBCയിലെ വർണ്ണകത്തിന്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാ? പ്രോട്ടീൻ. ഓക്കെ, ഇരുമ്പും പ്രോട്ടീനും. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയും, രക്തം കുറയും, RBC കുറയും, നമുക്ക് അനീമിയ, വിളർച്ച ഉണ്ടാവാനുള്ള കാരണം. പിന്നെ ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ ഉണ്ട്. നമ്മളിപ്പോൾ RBCന്റെ കൂടെയാണ് ഹീമോഗ്ലോബിൻ കാണുക പറയുമ്പോൾ ഒരു RBCന്റെ കൂടെ ഒരു ഹീമോഗ്ലോബിൻ എങ്ങാൻ ആരെങ്കിലും വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആൻസർ ആണ് 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ ആണ് ഓരോ RBCയിലും കാണപ്പെടുന്നത്. അപ്പോൾ ഒരു RBCക്ക് തന്നെ ഹീമോഗ്ലോബിനെ വെച്ചുകൊണ്ട് എത്രത്തോളം ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രേനെ വഹിക്കാൻ പറ്റും. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജനെ വഹിക്കാം. അതുപോലെ 4 കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുവരാം. ഒരു RBCന്റെ മുകളിൽ തന്നെ ഇത്രത്തോളം ദശലക്ഷത്തിലടക്കം ഉണ്ടാവുമ്പോൾ അതിന്റെ കണക്കൊന്ന് ആലോചിച്ച് നോക്കാം അല്ലെ. ഒരാൾക്ക് തന്നെ 4 എണ്ണം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഹീമോഗ്ലോബിന്റെ അളവൊക്കെ പുതിയ ടെക്സ്റ്റ് പറയുന്നുണ്ട്. സ്ത്രീകൾ ഇപ്പൊ നമ്മളൊരു വിളർച്ച ഉണ്ടാവും, അനീമിക്ക ഉണ്ടാവുമ്പോൾ രക്തം ടെസ്റ്റ് ചെയ്യും, ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യും. ആ സമയത്ത് അളവ് നോക്കുമ്പോൾ സ്ത്രീകളിലുള്ള അളവ് 12 മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. അതേപോലെ പുരുഷന്മാരിൽ 14 മുതൽ 18 ഗ്രാം വരെയാണ് വരിക. അപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖമാണ് അനീമിയ, വിളർച്ച. രക്തം കുറഞ്ഞാൽ നമ്മൾ വിളർച്ച വരും അല്ലെ. കണ്ണൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ രക്തത്തിന്റെ അളവില്ലാതെ ഓക്സിജൻ ഒക്കെ ക്യാരി ചെയ്യാൻ നമുക്ക് കഴിവില്ലാതെ പോയിട്ട് പെട്ടെന്ന് ടയേർഡ് ആവുക, ക്ഷീണം ഉണ്ടാവുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അനീമിക് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പൊ നമ്മൾ ഇരുമ്പിന്റെ അംശമാണ് വേണ്ടത്. ഹീമോഗ്ലോബിന്റെ അളവൊക്കെ നല്ല അളവ് കുറഞ്ഞ ബ്ലഡ് അടക്കം കയറ്റേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് ഉണ്ടാവുക. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ അത് സിറ്റുവേഷൻ ഫേസ് ചെയ്തവരൊക്കെ ഉണ്ടാവും. ഓക്കെ, റെഡി, ക്ലിയർ. അപ്പൊ ഇരുമ്പിന്റെ അംശം കുറയുന്നു. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ധാതു ലവണമാണ്. ഇരുമ്പിന്റെ അംശം കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം അനീമിയ, അതും നമുക്ക് കണക്ട് ചെയ്യാം. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ രക്തത്തിലെ വർണ്ണകം, RBCയിലെ വർണ്ണകം. രക്തത്തിന് ചുവന്ന നിറം കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അത് മാത്രമല്ല ഓക്സിജനെ വഹിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ വഹിക്കുക. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജനെ വഹിക്കാൻ പറ്റും. റെഡി, യെസ്, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 10ാം ക്ലാസ്സിന്റെ 9ാം ക്ലാസ്സിന്റെയും പുതിയ ടെക്സ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പൊ ടെക്സ്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കട്ടോ, പുതിയ ടെക്സ്റ്റ് ഒക്കെ നന്നായിട്ട് നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വേറെ എക്സാമിൽ ചോദിച്ച വേറെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എംഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും ഇതേപടി റിപ്പീറ്റ് ആണ്, പഴയതും പുതിയതൊക്കെ ടെക്സ്റ്റിലുണ്ട്. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തെറ്റായ ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ അല്ലെ. അപ്പൊ അതില് അമിത ആഹാരം കഴിക്കുന്നതുണ്ടാവും, വ്യായാമക്കുറവ് അതിന് കാരണമാണ്, പുകവലി, മദ്യപാനം, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മളെ തെറ്റായ ജീവിത രീതികളാണ്. അപ്പൊ ജീവിതശൈലിയിൽ ഇതെന്താ? പുകവലിയാണ് ഇവിടെ പ്രശ്നം. പുകവലി കാരണം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് ഏത്? എംഫിസിമ എന്ന് പറഞ്ഞാൽ. ഒന്ന് പറഞ്ഞു നോക്കി, എംഫിസിമ. ഇപ്പൊ 2 പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടലുണ്ട് അല്ലെ. ഇപ്പൊ ശ്വാസകോശം. പിന്നെ നമ്മൾ സിനിമ കാണുന്നതിന്റെ മുൻപൊക്കെ എംഫിസിമ എന്ന് പറഞ്ഞ വാക്കൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ടൊബാക്കോ ലീഡ്സ് ടു ക്യാൻസർ, പുകയില എന്ന ക്യാൻസറിന് കാരണമാകുന്നു പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എംഫിസിമേന്റെ പേരൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗമാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. പുകവലി കാരണം എംഫിസിമ മാത്രമല്ല, അതേപോലെ ഉണ്ടാകുന്ന വേറെ രോഗമാണ് ഇത് ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ഏതാണ്? ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗം. അതേപോലെ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാവും. ശ്വാസകോശ അർബുദം അല്ലെങ്കിൽ ശ്വാസകോശ ക്യാൻസർ, ഇതൊക്കെ പുകവലി കാരണം ഉണ്ടാവുന്ന ശ്വാസകോശത്തിനുണ്ടാവുന്ന രോഗങ്ങളാണ്. ഇനി ഉറക്കത്തിന്റെയും ഉണർവിന്റെയും
താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉറങ്ങുക, എഴുന്നേൽക്കുക എന്ന് പറയുമ്പം നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട, രാത്രിയാവുന്ന സമയത്ത് ഏതോ ഒരു ഹോർമോണിന്റെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങും. പകലാവുന്ന സമയത്ത് ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ഉണരും അല്ലെ. രാത്രിയിൽ പ്രകാശം ഇല്ലാതാവുന്ന സമയത്താണ് ആ ഹോർമോണിന്റെ അളവ് കൂടുന്നത്. രാത്രി പകൽ പ്രകാശത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ഹോർമോൺ കുറഞ്ഞിട്ടൊക്കെയാണ് പ്രവർത്തനം. എന്തായാലും ഇത് കൃത്യമായിട്ട് നടക്കണ്ടേ അല്ലെ, നമ്മളൊരു ക്ലോക്ക് അല്ലേ. അപ്പൊ ഏതാണ് ആൻസർ? ഏതാ? ഇത്രയും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഗ്രന്ഥി ഏതാണ് ഗ്രന്ഥി? യെസ്, പീനിയൽ ഗ്രന്ഥി അല്ലെ. പീനിയൽ അല്ലെങ്കിൽ നമ്മൾ പൈനിയൽ എന്ന് പറയുന്ന പീനിയൽ ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോണായ ഏത് ഹോർമോണാ? മെലാട്ടോണിൻ. ഓക്കെ, എന്നാണ് മെലാട്ടോണിൻ. അപ്പൊ ആലോചിച്ചാൽ മതി. ഇനി മേലാൽ രാവിലെ ആവുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടന്നേക്കരുത്, എഴുന്നേക്കണം അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നത് മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അതേപോലെ തന്നെ ഇതേ ക്വസ്റ്റ്യൻ വേറെയും ചോദിച്ചു. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. കൃത്യമായ പ്രജനന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? പ്രജനന കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാല് ജീവികളില് ആ കൃത്യമായിട്ട് നടക്കാൻ ആവശ്യമുള്ളത് ഏതാ? മെലാട്ടോണിന്റെ പ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നായ, പൂച്ച ഇതൊക്കെ കാണുന്നില്ലേ, അവരൊക്കെ സീസണൽ ബ്രീഡേഴ്സ് എന്നാ പറയാം. അവർക്ക് ഒരു സമയമാകുമ്പോഴാണ് സെക്ഷലി അവര് ഹീറ്റ് ആവുന്നത്, ആക്റ്റീവ് ആവുന്നത്. ആ സമയത്തൊക്കെയാണ് മേറ്റിംഗിലേക്ക് പോകുക. അപ്പൊ ആ ഒരു സമയമാകുമ്പോൾ അവര് അങ്ങനെ ഒരു ഫീലിലേക്ക് എത്താൻ കാരണം ആ സമയത്ത് മെലാട്ടോണിന്റെ അളവ് കൂടുന്നതുകൊണ്ടാണ്. ഇതും വേറൊരു എക്സാമിന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അതേപോലെ സ്ത്രീകളിലുള്ള ആർത്തവ ചക്രം കൃത്യമായി നടക്കണം. ഒരു ക്ലോക്ക്, ജൈവ ഘടികാരം അല്ലെ. നമ്മൾ ജൈവ ഘടികാരം എന്നാണ് ഈ ഗ്രന്ഥിനെ പറയുക. ജൈവ ഘടികാരം, അതിന്റെ മലയാളമാണ്, ഇംഗ്ലീഷ് ആണ് നിങ്ങൾ എന്ത് കേട്ടത്? ബയോളജിക്കൽ ക്ലോക്ക് എന്ന് കേട്ടത്. ബയോളജിക്കൽ ക്ലോക്ക്. ഓക്കെ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാ? പീനിയൽ ഗ്രന്ഥി. ഓക്കെ, നമ്മളെ ബ്രെയിനിലുള്ള ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. പിറ്റ്യൂട്ടറി വേറെ ഉണ്ട്, ബ്രെയിനിൽ തന്നെയാണ്. ഇത് പീനിയൽ ഗ്രന്ഥിന്റെ പേരാണ്. നോട്ട് ചെയ്യുന്നത്. റെഡി? ക്ലിയർ? ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു. നേരത്തെ ഇരുമ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ധാതു എന്ന് പറഞ്ഞില്ലേ, അത് അനീമിയായിട്ട് ബന്ധപ്പെട്ട് ഹീമോഗ്ലോബിന്റെ നിർമ്മാണം. അതേപോലെ തൈറോയിഡിന്റെ പ്രവർത്തനം, തൈറോയിഡ് എന്ന് പറഞ്ഞാൽ കഴുത്ത് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ്. തൈറോയിഡിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകമാണ് ഏത്? എങ്ങനെയാ നമ്മൾ കേട്ടത്? ഏതാണ് ആവശ്യം? അയഡിൻ അല്ലെ. അയഡിൻ ആവശ്യമാണ്. അപ്പൊ അയഡിൻ എങ്ങനെ കിട്ടും? ഉപ്പിൽ കൂടെ അല്ലെ. ഉപ്പ് ചേർത്ത ആഹാരം കഴിക്കുമ്പോൾ അല്ലെ കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ കൂടെ നമുക്ക് അയഡിൻ കിട്ടും. അങ്ങനെ അയഡിന്റെ അളവ് ഉണ്ടെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് കൃത്യമായിട്ട് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ നിർമ്മിക്കാൻ കഴിയുള്ളൂ. ഏതാണ് ഹോർമോൺ? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് അയഡിൻ ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്താ ചെയ്യുക? തൈറോയ്ഡ് ഗ്രന്ഥി വീക്കം അല്ലെ. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കും, വീക്കം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്ത് പറയുന്നു? ഗോയിറ്റർ എന്നാണ് ആ അവസ്ഥയ്ക്ക് പറയാം. സിമ്പിൾ ഗോയിറ്റർ എന്ന് പുതിയ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ചേക്കട്ടോ. സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ ഗോയിറ്റർ എന്നാണ് പറയാം. കാരണം സിമ്പിൾ അല്ലാത്ത എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു ഗോയിറ്റർ ഉണ്ട്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. തൈറോക്സിന്റെ അളവ് കൂടിയാലുള്ള കുഴപ്പം, ഇത് കുറഞ്ഞാലുള്ള കുഴപ്പമാണ്. അപ്പൊ അയഡിൻ ആണ് ആവശ്യം. ഓക്കെ, നോട്ട് ചെയ്യണേ. ഇത് റിലേറ്റഡ് നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അവിടെ കണ്ടോ? പ്രധാന ധാതുക്കൾ അയൺ, ഇരുമ്പിന് അയൺ എന്നുള്ള ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലക്കറി, ശർക്കര, മത്സ്യം, കരൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അയൺ കണ്ടന്റ് കിട്ടും. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ അനീമിയാണ് രോഗം അല്ലെ. കാൽസ്യം കൊടുത്താണ്ട് കാൽസ്യം, മുട്ട, പാൽ, ഇലക്കറി, മത്സ്യം ഇതിലൊക്കെ കഴിക്കുമ്പോൾ കാൽസ്യം കിട്ടും. കാൽസ്യം എന്ന് കേട്ടാൽ ഉടനെ ആലോചിക്കാം നമ്മളെ എല്ലും പല്ലും, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതുപോലെ പ്രധാനമാണ്. രക്തം കട്ടപിടിക്കാനും സഹായിക്കുന്നതാണ്. രക്തം കട്ടപിടിക്കാൻ വിറ്റാമിൻ കെ സഹായിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. വിറ്റാമിൻ കെന്റെ ഒക്കെ കൂടെ ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് കാൽസ്യം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മിസ്സാണെങ്കിൽ രക്തം കട്ടപിടിക്കൽ തകരാറില്ല. അപ്പൊ കാൽസ്യം ആവശ്യമാണ്. അയഡിൻ കണ്ടോ? കടൽ വിഭവങ്ങളിൽ കൂടെ നമുക്ക് കിട്ടും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് അയഡിൻ. ഇവിടെ കൃത്യമായി കൊടുത്ത കാണാം. അയേൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അല്ലെ. അനീമിയ അല്ലെങ്കിൽ വിളർച്ചയാണ് അപര്യാപ്തത രോഗം. അയഡിൻ ആണെങ്കിൽ ഗോയിറ്റർ ആണ്. കാൽസ്യം കുറവാണെങ്കിൽ എല്ലിനും പല്ലിനൊക്കെയാണ്. അപ്പൊ എല്ലൊക്കെ ബലം കുറഞ്ഞ് പൊടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്നാണ് അതിന് പറയാം. ഓസ്റ്റിയോപോറോസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. അല്ലെങ്കിൽ അസ്ഥി ക്ഷയിച്ചു പോവുക അല്ലെ, അസ്ഥിക്ഷയം എന്നാണ് പറയാ. അപ്പൊ എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. അടുത്തെന്താ? ഗോയിറ്റർ കൊടുത്തിട്ടുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിന്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ. കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് തൊണ്ടമുഴ എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൊണ്ടയിൽ ഇങ്ങനെ വീങ്ങി ഇങ്ങനെ വരികയാണ് ചെയ്യും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്.
റെഡി, ക്ലിയർ. ഹീമോഗ്ലോബിനെ പറ്റി ഇവിടെ കൊടുത്തതാണ്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ രക്തത്തിന് ചുവന്ന നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊണ്ടുവരുന്നതും ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്നതാണ് അനീമിയ എന്ന് പറയുന്ന അവസ്ഥ. സെറ്റ് അല്ലേ? പുതിയ 6ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്ത കാര്യങ്ങളും കണ്ടന്റും ആണ് നിങ്ങളിപ്പോ അവിടെ കണ്ടേ. 6ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റില് അതിന്റെ തൊട്ടടുത്തായിട്ട് വിറ്റാമിൻ റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ അറിയാലോ, നിശാന്തത, കണ്ണിന്റെ ആരോഗ്യത്തിനാണ് നിശാന്തത ഉണ്ടാവും. നിശാന്തത രോഗം മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ പ്രയാസം ഉണ്ടാവും. അതേപോലെ സിറോഫ് താൽമിയ എന്ന് പറയുന്ന ഒരു കേസും കൂടെ നോട്ട് ചെയ്ത് വെക്കുക, രോഗവും കൂടെ. കോർണിയ വരണ്ട് അധാര്യമാവുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ. മങ്ങിയ വെളിച്ചത്തിൽ കാണാതായി പോകുന്നതിനെയാണ് നിശാന്തത. അങ്ങനെ എടുത്ത് ചോദിക്കുമ്പോഴേ ആൻസർ പറയാൻ പാടുള്ളൂ കേട്ടോ. വിറ്റാമിൻ ബി ആണ് നമുക്കറിയാം, ബി വായയിൽ ആവശ്യമുള്ളതാണ് മെയിൻ ആയിട്ട്. അപ്പൊ വായപ്പുണ്ണുണ്ടാവും അല്ലെ, വായപ്പുണ്ണ്. അതേപോലെ വായയിലുള്ള നാക്ക് ആലോചിക്കുക, നാക്കിനൊക്കെ തടിപ്പ്, തൊലി ഇളകി പോവാ, അതിനെ നമ്മൾ ഗ്ലോസിറ്റിസ് എന്നാണ് പറയുന്നത്. ഇത് പുതിയ ടെക്സ്റ്റ് അപ്ഡേഷൻ ആണ്, പഠിക്കണം, ചോദിക്കും. ഓക്കെ, ഗ്ലോസിറ്റിസിന് കാരണം ജീവകം ബിന്റെ കുറവാണ്, വിറ്റാമിൻ ബിന്റെ കുറവാണ്. സി ആണെങ്കിൽ എപ്പോഴും മോണയാണ് അല്ലെ, പല്ല് ഘടിപ്പിച്ച മോണയ്ക്ക്, പല്ലിനും ആവശ്യമാണ് മോണയ്ക്കും, പക്ഷെ മെയിൻ ആയിട്ട് മോണ എന്ന് പറയും, അത് നോട്ട് ചെയ്യാം. അതില്ലെങ്കിൽ മോണയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവും, രക്തസ്രാവം, ബ്ലീഡിംഗ് ഗം, സ്കർവി എന്ന് പറയുന്ന അവസ്ഥ. ഡി ആണെങ്കിൽ എല്ലിനും പല്ലിനുമാണ്. അപ്പൊ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗമാണ് നോട്ട് ചെയ്യേണ്ടത്, എല്ലിനും പല്ലിനും. കണ്ട അവിടെ കുട്ടീന്റെ കാല് വളരുന്ന പ്രായത്തിൽ വിറ്റാമിൻ ഡിന്റെ അളവ് കുറഞ്ഞാൽ എല്ലൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകും, കനം കുറഞ്ഞ് വളഞ്ഞു പോകും. ആ അവസ്ഥയ്ക്കാണ് നമ്മൾ കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയാം. നിശാന്തത അവിടെ കൊടുത്തിട്ടുണ്ട്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. അപ്പൊ ഇനി സ്റ്റേറ്റ്മെന്റിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം, നിശാന്തതയുള്ള ആൾക്കാർക്ക് അപ്പം രാത്രി കണ്ണ് കാണാത്തത് മാത്രമല്ല അല്ലെ, മങ്ങിയ വെളിച്ചത്തിലാണ് പ്രശ്നം. അപ്പൊ പകലാണെങ്കിലും ആവശ്യത്തിന് വെളിച്ചം ഇല്ലാത്ത റൂമിലാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നോക്കിയേ, നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചം ഉണ്ടെന്ന് വിചാരിക്കും. പകല് നല്ല വെളിച്ചം, രാത്രി ഇപ്പോൾ എത്തുന്ന സ്ഥലത്ത് ആവശ്യത്തിന് നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ഓക്കെ, അല്ലാതെ രാത്രിയാകുമ്പോൾ കാണാത്ത പ്രശ്നമല്ല, ലൈറ്റ് ഇല്ലാത്തതാണ് പ്രശ്നം. ഓക്കെ, നല്ല വെളിച്ചത്തിലും കാഴ്ചക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. മങ്ങിയ വെളിച്ചമാകുമ്പോഴാണ് പ്രശ്നം. അപ്പൊ നമ്മൾ വിചാരിക്കും മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാണൂലേ, നമുക്ക് കാണുന്ന അത്ര പോലും അവർക്ക് കാണൂല, അതാണ് പ്രശ്നം കേട്ടോ. റെഡി, ക്ലിയർ, ഓക്കെ അല്ലേ? യെസ്. ഇനി ഒരു 2 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? നന്നായിട്ട് പഠിച്ചേക്കുക. പെല്ലഗ്ര പറയുമ്പം എന്താ ആലോചിക്കേണ്ടത്? നിയാസിന് പല്ലില്ല എന്നൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കാറ് അല്ലെ, നിയാസിന് പല്ലില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഏതാ നിയാസിന് പല്ലില്ല എന്ന് ആലോചിക്കാം. നിയാസ് ഏതാണ്? നിയാസിൻ എന്നറിയപ്പെടുന്ന സാധനമാണ്. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് പറയുക അല്ലെ. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഏത് ജീവകത്തിനെയാണ്? ഈ നിയാസ് എന്ന് ആലോചിച്ച ഒരാളുടെ പേരാണ് അല്ലെ, നിയാസ്. 3 അക്ഷരമല്ലേ ഉള്ളത്? B3, വിറ്റാമിൻ B3. ഓക്കെ, വിറ്റാമിൻ B3ന്റെ രാസനാമമാണ് നിയാസിൻ. നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ്. അപ്പൊ 3 വയസ്സുള്ള നിയാസ് നിക്കർ ഇടും എന്നാണ് ആലോചിച്ച് വെക്കുക അല്ലെ, നിക്കോട്ടിനിക് ആസിഡ് കിട്ടാൻ. ആ നിയാസിന് പല്ലില്ല എന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ പെല്ലഗ്ര നമുക്ക് കിട്ടും. ജീവകം B3ന്റെ കുറവാണ് കാരണം, ജീവകം B3ന്റെതാണ് കുറവ്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? വിറ്റാമിൻ എ തൊട്ടിട്ട് എല്ലാത്തിന്റെയും രാസനാമം നമ്മൾ പഠിക്കണേ. വിറ്റാമിൻ എ കണ്ണിനാണ്, അപ്പൊ റെറ്റിനോൾ എന്നാണ് പറയല്ലേ. വിറ്റാമിൻ എന്റെ പേരാണ് റെറ്റിനോൾ. വിറ്റാമിൻ ബി കോംപ്ലക്സ് നമുക്ക് ഒരുമിച്ച് എഴുതാം. അടുത്തത് സി പറയുകയാണെങ്കിൽ ഏതാണ്? C4. സി പറയുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് വരണം. അസ്കോർബിക് ആസിഡ് അല്ലെ, അസ്കോർബിക് ആസിഡ് എന്നാണ് പറയാ, അസ്കോർബിക് ആസിഡ് എന്നാണ് നമ്മൾ പറയാ. വിറ്റാമിൻ ഡിന്റെ പേരെന്താ? ഡി, എല്ല്, പല്ല്, കാൽസ്യം, ഫോസ്ഫറസ്, ഇതൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പൊ കാൽസിഫെറോൾ ഏതാണ്? കാൽസിഫെറോൾ എന്നാണ് പറയാ, കാൽസിഫെറോൾ. ഇനി ഇ ആണെങ്കിലോ, ഈന്ന് ചിരിക്കണം അല്ലെ, ഈന്ന് ഞാൻ കണ്ടില്ലേ ചിരിക്കുന്നത് എപ്പോഴാ? ടോക്ക് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ. അപ്പൊ ടോക്കോഫിറോൾ. ഓക്കെ, ടോക്കോഫിറോൾ എന്നതാണ് പറയാ. ഗാമ ടോക്കോഫിറോൾ എന്നൊക്കെ പറഞ്ഞ് പറയാം. ജസ്റ്റ് ടോക്കോഫിറോൾ എന്നെങ്കിലും നോട്ട് ചെയ്യാം. കെ ആണ്, കെ ഫോർ കിടക്കാന്ന് ആലോചിക്കാം, കിടന്നിട്ട് പഠിക്കാം. അപ്പൊ കെ എന്താ? കിടക്കുമ്പോൾ പില്ലോ വെക്കണം അല്ലെ. പില്ലോ വെക്കുമ്പോൾ നമ്മൾ ഫില്ലോക്വിനോൺ, എന്താണ്? ഫില്ലോക്വിനോൺ എന്നാണ് പറയാം, ഫില്ലോക്വിനോൺ എന്നതാണ് പേര്. ഇങ്ങനെ എല്ലാത്തിന്റെ രാസനാമം പഠിക്കാതെ പോവരുത്, രാസനാമം പഠിച്ചില്ലെങ്കിൽ നമ്മൾ പെടും. B1ന്റെ പേരെന്താ? B1, ഒന്നാമത്തെ തുടക്കക്കാരനാണ്. അപ്പൊ തായിൽ തുടങ്ങുന്ന തൈമിൻ അല്ലെ, എന്നാണ് തയാമിൻ എന്നാണ് പറയാം. തൈമിൻ എഴുതരുത്, തൈമിൻ ആയാൽ നമ്മുടെ DNA തൈമിൻ ആയിപ്പോ. അപ്പൊ തയാമിൻ. ഓക്കെ, B2ന്റെ പേരെന്താ? B2. അപ്പൊ രായിൽ തുടങ്ങുന്ന റൈബോഫ്ലേവിൻ. ഓക്കെ, ഇതാണ് റൈബോഫ്ലേവിൻ എന്ന് പറയുന്നതാണ് ആൻസർ. B3 ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതി, നിയാസിൻ ആണ്. ഓക്കെ, B3 നമ്മൾ എഴുതി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എഴുതാത്തത്. B3 എഴുതി. B4 ഇല്ല, B5 ആണ്. 5 പെൻഡ, പഞ്ച, പാഞ്ച് എന്നൊക്കെ പറയുമ്പോൾ പായല്ലേ. അപ്പൊ പാൻറ്റോതെനിക് ആസിഡ്. ഓക്കെ, ഏതാണ്? പാൻറ്റോതെനിക് ആസിഡ് ആണ്, പാൻറ്റോതെനിക് ആസിഡ് എന്നാണ് പറയാ, പാൻറ്റോതെനിക് ആസിഡ്. ഇനി B6 എന്താണെന്നറിയോ? 6 വയസ്സിൽ സ്കൂളിലൊക്കെ പോയാൽ പീരീഡ് ഒക്കെ കാണാം. സ്കൂളിലുള്ള 1ാമത്തെ പീരീഡ്, 2ാമത്തെ പീരീഡ്. അപ്പൊ പെരിഡോക്സിൻ. ഓക്കെ, പെരിഡോക്സിൻ എന്നാണ് പറയാ, പെരിഡോക്സിൻ എന്നതാണ് പേര്. B7ന്റെ പേരെന്താ? ബയോട്ടിൻ. 7 ബയോട്ടിൻ. ബയോളജി എന്ന് ആലോചിച്ചിട്ട് ബയോളജി ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതുക, ബയോളജി ഇങ്ങനെ എഴുതി നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ 1 2 3 4 5 6
6 7 അല്ലെ, ബയോളജിയിൽ 7 അക്ഷരങ്ങളാണ്. അപ്പൊ B7 ബയോട്ടിൻ, വെറുതെ അല്ലെ. ഇനി B9 ആണ്. B9 എന്ന് പറയുമ്പോൾ നയൻ എന്ന് എഴുതുന്നത് ഫ എന്ന് എഴുതുന്ന അക്ഷരം പോലെ ഇങ്ങനെ ഇല്ലേ, അപ്പൊ ഫോളിക് ആസിഡ്. ഓക്കെ, ഏതാണ്? ഫോളിക് ആസിഡ് ആണ് ആൻസർ. ഫോളിക് ആസിഡ് ആണ് ആൻസർ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഈ സ്ലൈഡിൽ തന്നെ എഴുതാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള സുഖത്തിന്. പറയുമ്പം B12 ആണെങ്കിൽ എന്താ പറയുക, ലാസ്റ്റ് വൺ 12 വലിയ അക്ഷരമാണ്, അതുപോലെ വലിയൊരു സാധനമാണ്. സയനോ കൊബാലമിൻ. ഓക്കെ, ഏതാണ്? സയനോ കൊബാലമിൻ എന്ന് പറയുന്നതാണ് പേര്. കൊബാൾട്ട് അടങ്ങിയതാണ് കൊബാലമിൻ. കൊബാൾട്ട് അടങ്ങിയ ഒരു വിറ്റാമിൻ ആണ് സയനോ കൊബാലമിൻ. അല്ലെങ്കിൽ +2 എത്തുമ്പോൾ റെക്കോർഡ് സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിക്കാറ്. +2 സൈൻ ചെയ്യൽ കണക്ഷൻ ആണ്, വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് സയനോ കൊബാലമിൻ എന്നാണ് നോട്ട് ചെയ്ത് വെക്കുക. റെഡി, ക്ലിയർ, ഓക്കെ. അപ്പൊ ഇങ്ങനെ എല്ലാത്തിന്റെ വിറ്റാമിന്റെ രാസനാമവും റിലേറ്റഡ് ഫാക്ടും പഠിക്കുക. വൺ മോർ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ എന്താ? ജന്തുക്കൾ വഴി കിട്ടുന്നത് അല്ലെ. അപ്പോ മൃഗങ്ങളിലൂടെ മനുഷ്യനിലേക്ക്, മൃഗങ്ങളിലൂടെ മനുഷ്യനിലേക്ക് പകരുന്ന രോഗം, മനുഷ്യനിലേക്ക് പകരുന്ന രോഗം ആണെങ്കിൽ പകരുന്ന രോഗത്തിന് എന്താണ് പറയാ എന്നറിയാം. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് എന്താ പറയാന്നറിയോ? സൂനോട്ടിക് രോഗം എന്നാണ് പറയുന്നത്. എന്താണ്? സൂനോട്ടിക് രോഗം എന്നാണ് പറയാം. അപ്പൊ അങ്ങനെയുള്ള വൈറസിനെ സൂനോട്ടിക് വൈറസ് എന്നാണ് പറയാം. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ നിപ്പ. നമ്മുടെ നിപ്പ എന്ന് പറയുമ്പം അവിടെ എന്താണ്? ബാറ്റാണ്, വവ്വാലാണ്. അപ്പൊ വവ്വാൽ എന്ന് പറഞ്ഞാൽ സസ്തനി, ഒരു മൃഗം അല്ലെ, പറക്കുന്ന സസ്തനിയാണ്. അപ്പൊ വവ്വാല് കാരണം അല്ലെ. ഇനി റാബിസ് എന്ന് പറയാണ്, പേവിഷബാധ, നായയിൽ കൂടെയാണ് മനുഷ്യന് കിട്ടും, നായ കടിച്ച അതിൽ കൂടെ കിട്ടും. അങ്ങനെ ഒരു ജീവിയിൽ കൂടെ, മൃഗങ്ങളിൽ കൂടെ മനുഷ്യനിൽ കിട്ടുന്ന രോഗങ്ങളെ നമ്മൾ ജന്തുജന്യ രോഗങ്ങൾ, സൂനോട്ടിക് രോഗങ്ങൾ എന്ന് പറയും. ഇപ്പൊ സൂനോട്ടിക് എന്ന് പറയുന്ന വാക്കും നമ്മളെ പുതിയ ടെക്സ്റ്റിലുണ്ട്, ഉപയോഗിക്കേണ്ടതാണ്, മറന്നുപോകാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഈ കൂട്ടത്തിൽ ഏതാ? അങ്ങനെ നിപ്പ അങ്ങനെയാണോ കിട്ടുന്നത്? ശരിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ബാറ്റാണ് വവ്വാൽ. പോളിയോ അങ്ങനെയല്ല, ആ രീതിയിലല്ല പകരുന്നത്. എംപോക്സ്, മങ്കി പോക്സ്, അപ്പൊ അവിടെ മങ്കി ഉണ്ട് അല്ലെ, അതിൽ കൂടിയാണ് കിട്ടുക. ക്ഷയരോഗം ഒന്നും അങ്ങനെയല്ല, ഒന്ന് വെള്ളത്തിൽ കൂടെ അല്ലെ, ക്ഷയമാണെങ്കിൽ വായുവിലൂടെ ഒക്കെ കിട്ടുന്ന രോഗമാണ്. ക്ഷയം വായുവിലൂടെ പകരുന്ന രോഗമാണ്. അപ്പൊ ഇതിലേതാ? 1 ശരിയാണ്, 3 ശരിയാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഒന്നാമത്തതാണ് വരിക. അപ്പൊ ജന്തുജന്യ രോഗത്തിനാണ് സൂനോട്ടിക് എന്ന് പറയാം. അപ്പൊ സൂ എന്ന് ആലോചിച്ചാൽ മതി. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതുക, സൂനോട്ടിക് ഇങ്ങനെയാണ് എഴുതുക, സൂനോട്ടിക്. അപ്പൊ സൂ എന്ന് പറഞ്ഞാൽ എന്താ? സൂ മൃഗം, മൃഗശാലയാണ് അല്ലെ, മൃഗമാണ്, മൃഗശാലയാണ്, അങ്ങനെ ആലോചിച്ചാൽ മതി. മൃഗങ്ങളിലൂടെ മനുഷ്യന് കിട്ടുന്ന രോഗങ്ങളുടെ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തത്. റാബിസ് ഒക്കെ നമുക്ക് അതിൽ പെടുത്താട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ അത്യാവശ്യം ഈ അടുത്ത് നടന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ആയിട്ട് എവിടെ നിന്ന് ചോദിച്ചു എന്നുള്ള ഫാക്ടറൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, നന്നായിട്ട് SCERT ടെക്സ്റ്റ് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സമഗ്ര സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജസ്റ്റ് സ്വാതി സ്വാഗത് എന്ന് സ്പേസ് ഇടാതെ ടൈപ്പ് ചെയ്യാട്ടോ. ടെലിഗ്രാമിൽ സ്വാതി സ്വാഗതം സ്പേസ് ഇടാതെ ടൈപ്പ് ചെയ്യുക. ട്യൂട്ടോറിയൽസ് ആണ്, അവിടെ നിങ്ങൾക്ക് ഒരു ചാനൽ കാണാം. അതിന്റെ പേരിനടുത്ത് ക്ലിക്ക് ചെയ്ത് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ PDF പഴയതും പുതിയതൊക്കെ PDF ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അതിൽ ജോയിൻ ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്ത് ടെക്സ്റ്റ് പഠിക്കാം. എന്തായാലും ഇന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി റിലേറ്റഡ് ഫാക്ട് പറഞ്ഞതൊക്കെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? എന്തായാലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.